ഞാൻ കോംപ്രമൈസ് ചെയ്യാം, പക്ഷെ അതിനു മുമ്പ് ഒരു കണ്ടീഷനുണ്ട്. ഇതിന് ഞാൻ സമ്മതിക്കുന്നത് തന്നെ ഈ പിള്ളയുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഓൺ ഡ്യൂട്ടിയിൽ യൂണിഫോം ഇട്ട ഒരു പോലീസ് ഓഫീസറുടെ നേർക്ക് പൊന്തിയ അവന്റെ നാവ് പിന്നെ ഒരുത്തന്റെ നേർക്ക് പൊന്തില്ല. അതിനുള്ള വഴി എനിക്കറിയാം. എന്തോ കണ്ടീഷൻ ഉണ്ടെന്ന് സാറ് പറഞ്ഞല്ലോ. അവൻ എന്നോട് കാണിച്ച ധിക്കാരത്തിന് പിഴ കൊടുക്കണം. നടു റോട്ടിൽ വെച്ച് എന്നെ പരസ്യമായി ആക്ഷേപിച്ചതിന് എന്റെ ഓഫീസിൽ വന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൻ എന്നോട് മാപ്പ് പറയണം. അത്രേ ഉള്ളൂ. പിഴാന്ന് കേട്ടപ്പോ ഞാൻ എന്തു പറയുന്നു ഡോക്ടർ നന്ദകുമാർ? അല്ല സാർ, അത് വേണ്ട. ഇതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസും എന്നെ കിട്ടില്ല. തയ്യാറാണെങ്കിൽ വിവരം അറിയിച്ചാൽ മതി. എന്നാ പോയിക്കോളൂ, എനിക്ക് അല്പം ധൃതിയുണ്ട്. പറട്ടെ. അനിയന് ഭാഗ്യമുണ്ട്. ഇത് ഇത്ര എളുപ്പത്തിൽ തീരുമെന്ന് ഞാൻ കരുതിയില്ല. അല്ല, പുള്ളിക്കാരന്റെ കയ്യിൽ നിന്നൊരു കാര്യം സാധിച്ചെടുക്കാന്ന് വെച്ചാൽ അല്പം ബുദ്ധിമുട്ടാ. പിഴയെന്ന് കേട്ടപ്പോ ഞാനൊന്ന് ഞെട്ടി. 1000 ലക്ഷമൊക്കെ അവരെ പെറ്റിക്കേസിന് വാങ്ങുന്നേ. ചോദിച്ചാ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പൈസയുടെ കാര്യമൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ അനന്തന് ഇതിന് സമ്മതിക്കുമെന്ന് എന്റെ സംശയം. സമ്മതിച്ചില്ലെങ്കിൽ അയാളുടെ പാട്ടിന് പോട്ടറിയാ. ഒരു മാപ്പ് പറയാൻ പറ്റില്ലെങ്കിൽ അവൻ അനുഭവിക്കട്ടെ. ഞാൻ അനുഭവിച്ചോളാം. ഇത് കോംപ്രമൈസ് അല്ല, കീഴടങ്ങലാണ്. ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ ചെന്ന് മാപ്പ് പറയുക. തെറ്റ് ചെയ്തവൻ യോഗ്യനായിട്ട് അതൊന്ന് കേൾക്കുക. ഒരു അംശം തെറ്റെന്റെ ഭാഗത്തുണ്ടെങ്കിൽ പറ. ഏത് ചെറ്റയുടെ കാര്യം വേണമെങ്കിലും ഞാൻ പിടിക്കാം. നീ പറയുന്നതൊക്കെ ശരിയാ, ഞാനും സമ്മതിച്ചു. പക്ഷെ നമുക്ക് കേസും വഴക്കുമില്ലാതെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം അവസാനിപ്പിച്ചേ പറ്റൂ. ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഞാനാ. അത് ഞാൻ തന്നെ തീർത്തോളാം. ചേട്ടൻ ഇതിനെ പറ്റി വരി ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അനന്തൻ ഇതിന് സമ്മതിക്കില്ല എന്ന്. ചിലരുടെ തലയിലെടുത്ത് ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. അഴിയണുമ്പോ പഠിച്ചോളും. വിശ്വം വേണ്ട. ശരി ശരി, മനസ്സിലായി. ഊവന്നേ, മനസ്സിലായി. ഓക്കെ, വെക്കട്ടെ. പബ്ലിക് പ്രോസിക്യൂട്ടർ എന്താ പറഞ്ഞത്? കേസിന്റെ അവസാനം പ്രതിയെ ശിക്ഷിക്കാതെ വിടുമായിരിക്കും. പക്ഷേ അതിനു മുമ്പ് ഇയാളെ ശരിക്കും വെള്ളം കുടിപ്പിക്കുമെന്നാ PP പറയുന്നത്. കാരണം അത്രയ്ക്ക് പകയുണ്ട് ഡിവൈഎസ്പിക്ക് ഇയാളോട്. അയാൾക്ക് പകയുണ്ടെന്ന് കരുതി ജീവപര്യന്തം ശിക്ഷിപ്പിക്കാനൊന്നും കഴിയില്ലല്ലോ. അതിന് കഴിയില്ല, പക്ഷെ നന്നായി വേദനിപ്പിക്കാം, ശാരീരികമായും മാനസികമായും. മനസ്സിലായില്ല? പോലീസ് കേസല്ലേ, പോയിന്റ്സ് പലതും കാണും. അല്ലെങ്കിൽ അവരുണ്ടാക്കും. വധഭീഷണി, തീവ്രവാദികളുമായി ഇയാൾക്ക് ബന്ധമുണ്ട്, അങ്ങനെ പലതും. ഇതിൽ നിന്ന് ഊരാൻ വക്കീൽ സാറേന് എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാ? വളരെ ബുദ്ധിമുട്ടുള്ള കേസായിരുന്നു. നല്ലപോലെ പഠിച്ചു വാദിക്കണം.